ഹായ്, ഞാൻ സഫീർ. ഇത് നമ്മുടെ സ്വന്തം എൻ്റെ യാത്രകൾ. നമുക്കൊരുമിച്ചൊരു യാത്ര പോവാം. ഇന്നത്തെ നമ്മുടെ യാത്ര നാട്ടിലെ ചൂടിൽ നിന്നും അല്പം ഒരു ശമനത്തിന് വേണ്ടി ഊട്ടിയിലേക്കാണ്. ഇന്നത്തെ തീയതി 19/4/2026. പോകുന്ന വഴിയിൽ ഒരുപാട് ഭാഗത്തായിട്ട് ഇങ്ങനെ തീ പടർന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ ബൗണ്ടറി തെളിയിക്കാൻ വേണ്ടി തീയിട്ടതാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാവും. കാരണം അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. ഇന്നത്തെ ദിവസം ഊട്ടിയുടെ കാലാവസ്ഥ വളരെ മോശമാണെന്ന് എനിക്ക് തോന്നി. കാരണം നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ തലൈക്കുന്തയുടെ അവസ്ഥയാണിത്. മുൻപെല്ലാം മഞ്ഞുവീഴ്ചയും മൂടൽ മഞ്ഞും കൊണ്ട് പ്രശസ്തമായ തലൈക്കുന്ത ഇപ്പോൾ ഈ ഒരവസ്ഥയിലാണുള്ളത്. ഊട്ടി ടൗണിൽ നിന്നും മാറി കോട്ടഗിരി എന്ന ഗ്രാമത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. ഈ ജംഗ്ഷനിൽ നിന്നും വലതുവശത്തേക്കുള്ള റോഡിന് വേണം കോട്ടഗിരി ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ. ഏകദേശം 27 കിലോമീറ്ററാണ് ഊട്ടി ടൗണിൽ നിന്നും കോട്ടഗിരിയിലേക്കുള്ളത്. പോകുന്ന വഴിയിലേക്കുള്ള ഒരു ഷൂട്ടിംഗ് പോയിൻ്റാണിത്. ഇവിടെ 10 രൂപ കൊടുത്താൽ നമുക്ക് യഥേഷ്ടം ഫോട്ടോകൾ എടുക്കാം. അങ്ങനെ ആ കാഴ്ചകളും പിന്നിട്ടുകൊണ്ട് ഏകദേശം 8 കിലോമീറ്റർ മാത്രമേ ഇനി കോട്ടഗിരിയിലേക്കുള്ളൂ. കോട്ടഗിരി എന്നത് ഊട്ടിയേക്കാൾ ഭംഗിയുള്ളൊരു നാടാണ്. പക്ഷേ ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കോട്ടഗിരിയിലും ഇപ്പോഴും ചൂട് കാലാവസ്ഥയാണ്. വളരെ നേരിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ. മൃഗങ്ങളും മറ്റു പക്ഷികളും യഥേഷ്ടം കാണപ്പെടുന്ന കോട്ടഗിരിയിൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ കോട്ടഗിരിയുടെ പുലർക്കാലം ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ്. ഈ ശബ്ദങ്ങളൊന്ന് കേട്ടു നോക്കൂ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കാട്ടുപോത്ത് നമുക്കിടയിലേക്ക് കയറി വന്നത്. പകൽ സമയത്ത് ഇവിടെ ഒരുപാട് കാട്ടുപോത്തുകളെ കാണാം എന്ന് പ്രദേശവാസികൾ പറയുന്നു. കോട്ടഗിരിയിൽ അല്പസമയം ചിലവഴിച്ചുകൊണ്ട് നേരെ ഊട്ടിയിലേക്ക് തന്നെ യാത്ര തിരിച്ചു. ഊട്ടിയിലെ പ്രശസ്തമായ ദൊഡ്ഡപേട്ടയുടെ അവസ്ഥയാണിത്. കനത്ത വെയിലിൽ എവിടെയോ പോയി മറഞ്ഞിരിക്കുന്ന തണുപ്പ് കാലം. പിന്നീട് ഞങ്ങൾ നേരെ തേയില ഫാക്ടറിയിലേക്ക് പോയി. അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. പോരുന്ന വഴിയിൽ തലൈക്കുന്തയിലൊന്ന് വണ്ടി നിർത്തി. മഞ്ഞപ്പൂക്കളുടെ സീസണായതുകൊണ്ട്. പക്ഷേ മഞ്ഞപ്പൂക്കളെല്ലാം ചൂട് കാരണം കരിഞ്ഞു പോയിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പേ കണ്ണിന് കുളിർമയേകിയിരുന്ന മഞ്ഞപ്പൂക്കൾ ഇപ്പോൾ ഭംഗി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഊട്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ കൂടി അന്വേഷിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒരുമിച്ച് മറ്റൊരു യാത്ര പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.